വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കുമ്പളങ്ങ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് കുമ്പളങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം. ഫ്ലെയിം കത്തിച്ചേക്കണേ. എന്നിട്ട് ഒരു 2-3 പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കും. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സ്വല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയായത്. ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതിനകത്ത് കിടക്കണേ. ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ ഈ തൈര് നന്നായിട്ട് ഞാൻ ഈ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തേക്കുവാണേ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വെക്കുന്ന കറി ഒരു സ്വല്പം ഒന്ന് ലൂസാക്കി, എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളവും വേണ്ട കേട്ടോ, സ്വല്പം വെള്ളം. അത് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കണ്ടോ, ഒരുപാട് അങ്ങനെ ലൂസും ഇല്ല. ചിലർ ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും കേട്ടോ. ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല, ഒരു സ്വല്പം വെള്ളം. അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കുമ്പളങ്ങയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം രണ്ടാമത് ഉപ്പ് ചേർക്കാൻ. ഞാൻ സിമ്മിലാണ് ഇപ്പോൾ ഫ്ലെയിം വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുകും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന മോരുകറിയാണ് കേട്ടോ. ഈ കുമ്പളങ്ങ ഇടുന്ന പോലെ തന്നെ നമുക്ക് വെള്ളരിക്കായിട്ട് ഉണ്ടാക്കാം ഇതുപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉണക്കമുളക്, ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത്. ഈ ഗ്യാസ് ഞാനങ്ങ് ഓഫ് ചെയ്തേ. എന്നിട്ട് ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡറാണ്, ഇത് നുള്ള ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഈ മോരിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ചെയ്യാവുന്ന മോരുകറിയാണ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്